ഹായ് ഫ്രണ്ട്സ്, നമ്മളെ ഗിനിപ്പിക്കിൻ്റെ കേജ് സെറ്റപ്പാണ്. നമ്മൾ ഗിനിപ്പിക്കിനെ ബ്രീഡിങ്ങിന് വേണ്ടി ഇങ്ങനത്തെ ഒരു കേജിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്ലാസ്റ്റിക് ഫോർമാറ്റാണ് അടിയിട്ടിരിക്കുന്നത്. നമ്മൾ പണ്ട് തൊട്ട് ചെയ്യാൻ നേരത്തെ നെറ്റായിരുന്നു യൂസ് ചെയ്തിട്ടിരുന്നത്. പക്ഷേ അതൊരു മാക്സിമം വൺ ഇയറൊക്കെ കഴിയുമ്പോഴേക്കും വേഗം പോകുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 2 ഇയേഴ്സായിട്ട് നമുക്ക് വലിയ പ്രശ്നമില്ല. ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പം കേജ് ഇതേപോലെ 3x3 കേജാണ്. നമുക്ക് ഏകദേശം 4 പേരോളം അഡൾട്ട് പേരിനെ നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ പല വേരിയേഷൻ വരുന്നുണ്ട്. പിന്നെ ഇവർക്ക് ഹൈഡിങ് പ്ലേസ് മസ്റ്റാണ്. നമ്മൾ കുടവും പഴയ ഹെൽമെറ്റ് ഉണ്ട്, അപ്പോൾ അതെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ഹൈഡ് ചെയ്ത് അതിൽ തന്നെ ബ്രീഡായി വരുന്നുണ്ട്. നേരത്തെ ഒരുവിധം പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫീമെയിലിനെ നമ്മൾ പിടിച്ച് മാറ്റുമായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഈ ഹൈഡിങ് സ്പേസ് കൊടുത്തപ്പോഴേക്കും അവർ പ്രോപ്പറായിട്ട് കുഞ്ഞുങ്ങളെ നോക്കി അതിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. അപ്പം മുയലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗിനിപ്പിങ്ങിൻ്റെ ബ്രീഡിങ്ങും ഫീഡിങ്ങും ഒന്നും വലിയ പ്രശ്നമില്ല. കാരണം കുഞ്ഞുങ്ങൾ വരുമ്പോൾ തന്നെ ഫുള്ള് ഈ ഗ്രോൺ ആയിട്ടാണ് വരുന്നത്. അതായത് അവർ കണ്ണ് തുറന്ന് രോമമൊക്കെ ആയിട്ട് തന്നെ വരുന്നത്. ഒരു ഏകദേശം 2 തൊട്ട് 4 വരെ കുട്ടികളെ നമുക്ക് ഗിനിപ്പിങ്ങിനെ കിട്ടിയിട്ടുണ്ട്. ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു 2 കുട്ടിയാണ് ഒരു ഇതിനകത്ത് ഉണ്ടാവാറുള്ളൂ. അപ്പം ഇവർക്ക് പുല്ല് തന്നെയാണ് കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുക. പിന്നെ ഇവരൊരു വെയിറ്റ് ഗെയിൻ കഴിയുന്ന സമയമല്ല, എന്ത് കൊടുത്താലും കഴിക്കും ഇവർ. അപ്പോൾ നമുക്കൊരു പെറ്റ് എന്നുള്ള രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റിയൊരു ഒരു ബ്രീഡാണ് ഈ ഗിനിപ്പിഗ് എന്നുള്ളത്. ഗിനിപ്പിങ്ങിന് തന്നെ പല കളർ വേരിയേഷൻസ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ട്രൈ കളറാണ്. വൈറ്റ്, ഇതേപോലെ തന്നെ ബ്രൗൺ, ബ്ലാക്ക് ഉള്ളത്. അതേപോലെ തന്നെ ആൽബിനോ റെഡ് ആയി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു മുയലും ഉണ്ട്. ഒരു കുഞ്ഞൻ മുയലാണ്. അപ്പോൾ ഇവിടെ വലിയ ആൾക്കാരുടെ കൂടെ ഇട്ട് അവന്മാർ കടി പിടിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവരുടെ കൂടെ ഇട്ടു. അപ്പോൾ ഇവർ ഇങ്ങനെ മുയലിൻ്റെ ഒപ്പം ഇട്ട് വളർത്തുന്നതിനും കുഴപ്പമൊന്നുമില്ല. അവർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കടിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഇവരിപ്പോൾ പുല്ല് കൊടുത്തു കഴിഞ്ഞാലും ചെറിയ കഷ്ണങ്ങളാക്കി കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കേജിൻ്റെ അടിയിൽ കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ വീഴാൻ നമ്മളിങ്ങനൊരു ഷീറ്റ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. മുയലിനെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ വേസ്റ്റ് വളരെ കുറവാണ്. യൂറിനൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് സ്മെല്ലും വളരെ കുറവായിരിക്കും. ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റ് തന്നെയാണ് ഇവർക്കുള്ളത്. നമുക്ക് പിന്നീട് വളമായിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു പെറ്റ് മുയലിൽ അത്രയും സ്മെല്ലില്ല എന്നുള്ളതൊക്കെ ആണെങ്കിൽ ഗിനിപ്പിക്ക് നല്ലൊരു ഓപ്ഷനായിരിക്കും. ഇത് ഞാൻ പറഞ്ഞ ട്രൈ കളർ വരുന്നുണ്ട്. ഈ വരുന്നത് ബൈ കളറാണ്. 2 കളേഴ്സേ ഉള്ളൂ. ഫുൾ ഗ്രേ വരുന്നതുണ്ട്, അതേപോലെ തന്നെ ഫുൾ ബ്ലാക്ക് വരുന്ന മോഡലൊക്കെ ഉണ്ട്. പല വെറൈറ്റികളും ഉണ്ട്. നമ്മുടെ കയ്യിൽ അത്രയും വന്നിട്ടില്ല. നമ്മുടെ കയ്യിൽ ആൽബിനോയും ഒരു പ്രാവശ്യം ഫുൾ ബ്ലാക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഹൈഡിങ് സ്പേസ് ഇട്ടിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടല്ലേ, അതുപോലെ അവർ ഇരുന്നോളും. അപ്പം അവർക്ക് ഒന്നല്ലേ ഫുൾ ടൈം ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള സമയം റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു ഇതാണ്. ഫീമെയിൽസിനെ നമുക്ക് ഏകദേശം കണ്ടാൽ അറിയാൻ പറ്റും ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത്. നേരത്തെ നമ്മൾ ഫീമെയിൽസിനെ മാറ്റി വിടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ഹൈഡിങ് സ്പേസ് വെച്ച് പിന്നെ അങ്ങനെ മാറ്റിയിടേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല.